ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ബാക്ക് വിത്ത് യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്ളോഗാണ്. ആക്ച്വലി പ്രിപ്പയറിംഗ് ഫോർ മൈ കെമിസ്ട്രി ടെസ്റ്റ് പേപ്പർ. ആൻഡ് ഹിയർ ഇസ് എ 12th grader who is trying to sort things out and get back on track to unlock her true potential again. And I don't know if this is possible, but let's try. അപ്പോൾ എന്തായാലും അതായത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ നമ്മുടെ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അയറീൻസിൻ്റെ ടെസ്റ്റ് പേപ്പറായിരുന്നു. ആക്ച്വലി ഇത് പോസ്റ്റ്പോൺ ചെയ്ത് കുറേ നാൾ വെച്ചു. ആക്ച്വലി അങ്ങനെയുള്ള 2 ദിവസത്തെ വ്ളോഗാണ് ഇത്. ഓക്കെ, അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ഒരു ലീവായിരുന്നു കേട്ടോ. ഞായറാഴ്ച ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഞാനിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ സമയം ഉണ്ടായിട്ടും വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്തു. എന്തൊക്കെയോ കുറച്ച് പഠിച്ചു. അതായത് ആ സമയത്തിനുള്ളിൽ ഞാൻ ഒരു 10 റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം മടിച്ച് അത്രയും നേരം കൊണ്ട് അത്രേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ വീട്ടിലും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി, അങ്ങനെ കുറേ ഫോണിൽ കളിച്ചു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അമ്മ വന്നപ്പം ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. അതും കഴിച്ചിട്ട് ഞാൻ പിന്നെ നേരെ പഠിക്കാതിരിക്കാമെന്ന് ഓർത്തു. കാരണം ഇനിയും പഠിച്ചില്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറിന് മൂഞ്ചും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് പേപ്പറിനെ പോലും അത്രയും ഭയങ്കര ഒരു സീരിയസ്നെസ്സിനോട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് പേപ്പർ ആയിക്കോട്ടെ, ചിലപ്പം ഈവൻ മിഡ് ടൈം ആയിക്കോട്ടെ, ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര ലാർഗവത്തോടെയാണ് എടുക്കുന്നത്. ഭയങ്കര എന്താ പരിണെടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇത് എത്ര നാൾ പോകും എനിക്കറിയാം. അവസാനം എക്സാമിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് എൻ്റെ പോക്കെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം ഞാൻ തന്നെ കരയും. ഇനി ഞാൻ ടിപ്സോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമുള്ള ആൻസർ അല്ല, ജെനുവിൻലി എൻ്റെ പ്രിപ്പറേഷൻ ലെവലും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ചോദിക്കുന്ന എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അവിടുന്നും ഇവിടുന്നും എന്തൊക്കെയോ അറിയാം. രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഞാൻ ഭയങ്കര പാടുപെടാണ്. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ഭയങ്കര 12th graders വ്ളോഗൊക്കെ കാണുമ്പം അവരിങ്ങനെ ഭയങ്കര മടിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും അവരുടെ കരിയർ തന്നെ ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് മടിയാണെന്ന് പറയാനുള്ള കാരണം എന്താ? അടുത്ത വർഷം നമുക്ക് പോകുമ്പം ഒരു ചേഞ്ച് ആവണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഡു റിയലൈസ് നൗ അതത്ര ഈസിയേ അല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയും പ്രശ്നമാണ്. നമ്മളൊരു പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഇട്ട് വേവിക്കുന്ന പോലെയാണ് എല്ലാ സബ്ജക്ട്സും. അതായത് അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, ആന, ചേന, മത്തങ്ങ, റെക്കോർഡ്, പ്രാക്ടിക്കൽ, എക്സാംസ്, മിഡ് ടേംസ്, അങ്ങനെ എല്ലാം കൂടെ നമുക്കിങ്ങനെ തലവേദന എടുക്കും. അവസാനം നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതാണ് ഇപ്പം എനിക്ക്. ആൻഡ് ഇത് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ 12th gradersൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ. ആൻഡ് ലെറ്റ്സ് ഓവർകം ദിസ്. കാരണം ഇനി നമുക്ക് വേറൊരു സമയമില്ല. ഇതോർത്ത് ഇനി റിഗ്രറ്റ് അടിക്കാനായിട്ട് പോലുമുള്ള ടൈമില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുറേ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് കോളേജിൻ്റെയൊക്കെ പ്രൊമോഷൻസും അങ്ങനെ കുറേ കോളേജ് വരുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് നമ്മൾ വളർന്നു എന്നാണ്. പക്ഷേ ഐ കാൺട്ട് അക്സെപ്റ്റ് ദാറ്റ്. എൻ്റെ ദൈവം, എനിക്കത് കരിയർ ഗൈഡൻസിൻ്റെ അകത്ത് അവരിങ്ങനെ +2 കഴിഞ്ഞുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് ആവുന്നത്. എൻ്റെ ദൈവമേ, +2 കഴിയാറായോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ എന്തായാലും ഇനി അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. വളർന്നു. ഇനിയിപ്പം എന്താ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല കരിയറിനെ കുറിച്ച്. എന്തായാലും ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നില്ല. എഞ്ചിനീയറിംഗും എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡാണ്, ഒന്നെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നീറ്റ് എഴുതും, അല്ലെങ്കിൽ BSc നഴ്സിംഗ് എടുക്കുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയർ. പലരും മിക്കവാറും ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടം ഉണ്ടായിട്ട് എടുക്കുന്നില്ല. ഒന്നെങ്കിൽ അവർ ആ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ പഠിക്കാൻ പോകുന്നു. പക്ഷേ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യത്തിനോട് ഇൻറ്റൻസ് പാഷൻ ഇല്ല. അതായത് MBBS പോലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലോട്ട് നമ്മൾ ഒരുപാട് പ്രഷർ സഹിച്ചാണ് പോകുന്നത്. നീറ്റൊക്കെ കിട്ടാനെന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. അപ്പോൾ അത് നമ്മൾ ഇഷ്ടമല്ലാതെ പോയി എടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് റിയലി ഹാഡ്. ഓക്കെ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഇത്രയും സമയമായി. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യത്തെ ദിവസം പ്രിപ്പയർ ചെയ്ത ടൈമിൽ രാത്രിയിൽ കുറച്ച് നേരം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു എജുപോർട്ടിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ, അതും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കം വന്നു. കാരണം ആ ബിരിയാണിയുടെ ഇതങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റ് ഒരു 3:30 ആയപ്പോൾ എണീറ്റു. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കുമായിരുന്നു. കാരണം എനിക്കൊരു പേടിയായി. കാരണം ഞാൻ എന്തെടുത്ത് എഴുതി വെക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ എന്തോ അന്ന് എക്സാം ഇട്ടില്ല. അത് പോസ്റ്റ്പോൺ ചെയ്ത് ഒരാഴ്ചത്തേക്ക് മാറ്റി. ഇന്നാണ് ഞങ്ങൾക്ക് ആ എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറേ കാലം കൂടിയാണ് ഒരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. പഠിച്ചിട്ട് പോയി എഴുതുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാർക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ എനിക്കത് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഐ മീൻ കുറേ കാലം കൂടി നമുക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു എക്സാഗ്രേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഐ സേ വാട്ട് ഇറ്റ് ഇസ്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈയിടെയായിട്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണെന്ന്. ഞാൻ എന്നെ പഴയ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. ഇത് നമ്മുടെ ഇടയിൽ അറിയാത്തവരായിട്ട് ആരുമേ ഉണ്ടാവില്ല. എങ്കിലും ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയങ്കര മടിയായിട്ടിരിക്കുകയാണെങ്കിലും പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ് 25/5 പൊമോഡോറോ ടെക്നിക്ക്. അതായത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പിന്നെ നിങ്ങൾക്കത് കുറച്ചുകൂടെ കൂട്ടണം എന്ന് തോന്നിയാൽ 15/10 നമുക്ക് ചെയ്യാം. അതായത് 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അതും നല്ല എഫക്റ്റീവാണ്. കാരണം ചിലർക്കൊക്കെ 25 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരാം. കുറച്ച് പേരെങ്കിലും ചോദിക്കുന്ന കാര്യമാണ്, ക്രിസ്മസ് എക്സാമിന് ഒരു സ്റ്റഡി പ്ലാൻ തരുമോ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം, റിവൈസ് ചെയ്യാം എന്നുള്ള കാര്യം. ഇനി ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യം, ഇനി ഒരു 4 ആഴ്ച അടുത്ത് ഉണ്ട്. കാരണം 15-ാം തീയതി തുടങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ 4 ആഴ്ച ഉണ്ടെങ്കിൽ ഒരു 3 ആഴ്ച നമുക്ക് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ഒരാഴ്ച റിവിഷന് വേണ്ടിയിട്ടും. കാരണം നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പഠിക്കുന്നതിനൊന്നും ഒരു ബലവും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടോ അതിനെ ഒന്ന് എല്ലാ ദിവസവും നമ്മൾ ഇന്ന ദിവസം ഇത്ര ചാപ്റ്റർ തീർക്കും, ഒരു ഡെഡ് ലൈൻ വെക്കുക അതിന്. അപ്പോൾ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇതൊട്ടും ഈസി ആവാൻ പോകുന്നില്ല. ആക്ച്വലി എക്സാം നമ്മളിനി പഠിച്ചാലേ ഈസി ആവുള്ളൂ. ഈസി ഇല്ലെങ്കിലും ഒരു ആവറേജെങ്കിലും പറയാൻ പറ്റുള്ളൂ. ക്രിസ്മസ് എക്സാം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല, പക്ഷേ എന്തായാലും ഫൈനൽ എക്സാം അത്യാവശ്യം പാടാവാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാക്സിമം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഓടിയോ ചാടിയോ കിടന്നോ തലയും കുത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കുക. നമ്മുടെ ലക്ഷ്യം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. കണ്ണാടിയിൽ എഴുതി പഠിക്കുന്ന നല്ല എഫക്റ്റീവ്.